പ്രാർത്ഥിക്കുന്ന ഞാൻ ബലഹീനനാണെങ്കിലും പ്രാർത്ഥന കേൾക്കുന്ന ദൈവം സർവശക്തനാണ്. സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ്. ഹോളി ബീറ്റ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾ ഏവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള മനോഹരമായൊരു ഗാനവുമായിട്ടാണ് ലിൻസ ഇവിടെ എത്തുന്നത്. സോളോ പെർഫോമൻസിനായി ലിൻസയെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹായ് മോളെ. ഹായ്. മോൾ എത്രയിലാണ് പഠിക്കുന്നത്? 9ാം ക്ലാസ്സിലാണ്. മോൾ ഇന്ന് ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ളൊരു പാട്ടാണല്ലേ പാടുന്നത്? എന്തുകൊണ്ടാണ് മോൾ ഈ പാട്ട് സെലക്ട് ചെയ്തത്? ശ്രേയ ചേച്ചി പാടിയ പാട്ടാണിത്. വളരെയധികം മനോഹരമായൊരു പാട്ടാണ്. ഈ പാട്ട് പാടുമ്പോൾ എനിക്കൊരു ഫീല് തോന്നാറുണ്ട്, എൻ്റെ ഈശോ എൻ്റെ അടുത്ത് വരാറുള്ളത് കേട്ട്. അതുകൊണ്ടാണ് ഈ പാട്ട് സെലക്ട് ചെയ്തത്. മുന്നേ മോൾ ഈ പാട്ട് പള്ളിയിലൊക്കെ പാടിയിട്ടുണ്ടോ? അപ്പം മോൾക്ക് മുന്നേ പാടിയ പരിചയമൊക്കെ ഉണ്ട്, പേടിയൊന്നുമില്ലല്ലോ? അപ്പം മോളെ നല്ലോല പാടുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള മനോഹരമായ ഒരു ഗാനം നമുക്ക് ഏവർക്കും ആസ്വദിക്കാം. അത്താഴമായി തിരുവത്താഴമായി
നമ്മൾ ഉറങ്ങുമ്പോൾ ഉറങ്ങാതെ കാവലായി ഉണർന്നിരുന്ന് നമ്മളെ കാക്കുന്ന യഹോവയെക്കുറിച്ചുള്ള മനോഹരമായൊരു ഗാനമാണ് അടുത്തതായി ഹോളി ബീറ്റ്സിൻ്റെ ഈ ഫ്ലോറിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. സോളോ പെർഫോമൻസിനായി ഏഞ്ചലിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹായ് മോളെ. ഹായ്. മോൾ എവിടെ നിന്നാണ് വരുന്നത്? കൊട്ടാരക്കരയിൽ നിന്ന്. മോളിന്ന് ഏത് പാട്ടാണ് ഇവിടെ പാടാൻ പോകുന്നത്? കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം. ആരാ ഈ പാട്ട് മോക്ക് സെലക്ട് ചെയ്ത് തന്നെ? ഞാൻ തന്നെ സെലക്ട് ചെയ്തയാ. എന്തായിരുന്നു ഈ ഒരു പാട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു മനോഹരമായ പാട്ടാണിത്. അപ്പോൾ മോളെ ഓൾ ദ ബെസ്റ്റ്, നല്ലോല പാടിട്ടോ. താങ്ക് യു. കാവലാകുന്ന യഹോവയെക്കുറിച്ചുള്ള മനോഹരമായൊരു ഗാനമാണ് ഏഞ്ചൽ ഇവിടെ ആലപിക്കുന്നത്. നമുക്ക് ഏവർക്കും ഏഞ്ചലിൻ്റെ ആ പാട്ട് കേൾക്കാം. കടക്കാത്ത ദൈവം, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ, ഞാനുറങ്ങുമ്പോഴും ഉറങ്ങാതെ കാവലായി സൈന്യങ്ങളിൽ യഹോവ എൻ്റെ പാലകൻ, ഞാനുറങ്ങുമ്പോഴും ഉറങ്ങാതെ കാവലായി സൈന്യങ്ങളിൽ യഹോവ എൻ്റെ പാലകൻ, കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം. കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം. മറികടക്കാത്ത ദൈവം, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ, ഞാനുറങ്ങുമ്പോഴും ഉറങ്ങാതെ കാവലായി സൈന്യങ്ങളിൽ യഹോവ എൻ്റെ പാലകൻ, ഞാനുറങ്ങുമ്പോഴും ഉറങ്ങാതെ കാവലായി സൈന്യങ്ങളിൽ യഹോവ എൻ്റെ പാലകൻ, കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം.
എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെയും അമ്മയാണ്. മാതാവിനെ പാടിപ്പുകഴ്ത്തുന്ന ഒരു പഴയ പാട്ട്, നമ്മുടെ എല്ലാം മനസ്സിൽ പതിഞ്ഞിട്ടുള്ള മനോഹരമായൊരു പാട്ടുമായി, ഒരു ട്രയോ പെർഫോമൻസുമായി നമ്മുടെ കൊച്ചു കൂട്ടുകാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവരെ നമുക്ക് വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ്. ഹായ്. 3 പേരും സുന്ദരി കുട്ടികളായിട്ടുണ്ടല്ലോ. താങ്ക് യു. മാതാവിനെ കുറിച്ചുള്ളൊരു പാട്ടാണല്ലോ ഇവിടെ പാടുന്നത്. അതെ. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പാട്ട് സെലക്ട് ചെയ്തത്? കാരണം ഞങ്ങൾക്ക് 3 പേർക്കും മാതാവിനെ ഭയങ്കര ഇഷ്ടമാണ്. അതുമാത്രമല്ല, ഞാൻ മാതാവിൻ്റെ നാമധേയക്കാരി കൂടിയാണ്. അപ്പം ചെറുപ്പം തൊട്ടേ ഞങ്ങൾ മാതാവിൻ്റെ പാട്ടാണ് കേൾക്കാറും കൂടുതൽ. അതുകൊണ്ടാണ് ഈ പാട്ട് സെലക്ട് ചെയ്തത്. അപ്പോൾ ഓക്കെ, നിങ്ങൾ നല്ലപോലെ പാടുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മാതാവിനെ പാടി പുകഴ്ത്തുന്ന മനോഹരമായ ഒരു പഴയ പാട്ടാണ് ഇവരുടെ പാടാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും ഇവരുടെ ആ പാട്ട് കേൾക്കാം. ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്ക് വളരാൻ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്ക് വളരാൻ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ,
ഈ എപ്പിസോഡിൻ്റെ അവസാനത്തെ പാട്ട് നമ്മുടെ ഗ്രൂപ്പ് സോങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാതുകൾക്ക് ഇമ്പമേകുന്ന, മനസ്സുകളെ നിറയ്ക്കുന്ന ഒരു ബലിയർപ്പണ ഗീതമാണ് ഇത്തവണ നമ്മുടെ ടീം മെമ്പേഴ്സ് ഇവിടെ പാടുന്നത്. നമുക്കേവർക്കും ആ പാട്ട് ആസ്വദിക്കാം.
പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചും കാവലായ യഹോവയെക്കുറിച്ചുള്ള പാട്ടുകളും ബലിയർപ്പണ ഗീതവുമെല്ലാം നമ്മൾ ഏവരും ആസ്വദിച്ചു. ഈ ഗാനങ്ങളെല്ലാം നിങ്ങൾക്ക് വീണ്ടും കാണുവാനും കേൾക്കുവാനും ആസ്വദിക്കാനുമായി ഷാലോം ടിവിയുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അടുത്തയാഴ്ച വീണ്ടും കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും പ്രാർത്ഥനാ മംഗളങ്ങൾ നേരുന്നു. ബൈ.